ദക്ഷിണാഫ്രിക്കയോടുള്ള എൻ്റെ ആദ്യത്തെ മത്സരം ഇന്നു ഞാൻ വ്യക്തമായി ഓർക്കുന്നുണ്ട്. ബാറ്റിങ്ങിനിറങ്ങിയ ഞാൻ റൺസ് നേടാനാകാതെ വിഷമിച്ചു. എന്താണ് സംഭവിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകാതെ ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നീടാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. ഞാൻ സ്ഥിരമായി ഷോട്ടുകൾ കളിക്കുന്നിടങ്ങളിലെല്ലാം ദക്ഷിണാഫ്രിക്ക കൃത്യമായ ഫീൽഡർമാരെ വിന്യസിച്ചിരുന്നു. അവർക്കെതിരെ റൺസ് ശേഖരിക്കണമെങ്കിൽ പുതിയ വഴികൾ കണ്ടെത്തേണ്ടി വരുമെന്ന് ഒരു ഞെട്ടലോടെ ഞാൻ തിരിച്ചറിഞ്ഞു. 90കളിൽ ഇന്ത്യയുടെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്തിരുന്ന നവജോത് സിംഗ് പങ്കുവെച്ച അനുഭവമാണിത്. അതാണ് ദക്ഷിണാഫ്രിക്കൻ ലെഗസി. നന്നായി ഗൃഹപാഠം ചെയ്ത് എതിരാളികളെ മണിച്ചിത്ര പൂട്ടുകൊണ്ട് ബന്ധിപ്പിക്കുന്ന ഒരു കളിശൈലി. ICC ടൂർണമെന്റുകളിൽ സ്ഥിരമായി കാലിടറുന്നു എന്ന പേരുദോഷം മാറ്റി നിർത്തിയാൽ ദക്ഷിണാഫ്രിക്ക എന്നും ഒരു കംപ്ലീറ്റ് ടീമായിരുന്നു. ഇക്കഴിഞ്ഞ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ വിജയത്തിലൂടെ ആ കുറവും അവർ പരിഹരിച്ചിരിക്കുന്നു. ഇന്ത്യക്കെതിരെ ടെസ്റ്റ് സീരീസ് ദക്ഷിണാഫ്രിക്ക തൂത്തുവാരുകയായിരുന്നു. ഏകദിന പരമ്പരയിൽ അവർ തോൽവി സമ്മതിച്ചത് അവസാനത്തെ മത്സരത്തിലായിരുന്നു. അഹമ്മദാബാദിൽ 5ാമത്തെ T20 മാച്ച് കളിക്കാനിറങ്ങുമ്പോൾ സീരീസ് സമനിലയാക്കാനുള്ള അവസരം പോർട്ടീസിനുണ്ടായിരുന്നു. കളിയുടെ 3 ഫോർമാറ്റുകളിലും മികച്ച പ്രകടനങ്ങളാണ് അവർ നടത്തിയത്. അങ്ങനെയുള്ള ദക്ഷിണാഫ്രിക്കയോടാണ് സഞ്ജു സാംസൺ കോഴി നിറങ്ങിയത്. BCCIയുടെ പ്രിയപുത്രനായ ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റത് കൊണ്ട് മാത്രം വീണ് കിട്ടിയ ഒരവസരം. കുറച്ച് കടുപ്പമേറിയ ഭാഷയിൽ പറഞ്ഞാൽ ഔദാരത്തിന്റെ ഒരപ്പക്കഷ്ണം. സ്വപ്നതുല്യമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും തനിക്ക് അർഹതപ്പെട്ട ഓപ്പണിംഗ് പൊസിഷൻ ഗില്ലിന് വിട്ടുകൊടുത്തത് സൈഡ് ബെഞ്ചിൽ പോയിരുന്നവനായിരുന്നു സഞ്ജു. T20 ലോകകപ്പിനുള്ള ടീമിനെ അടുത്ത ദിവസം പ്രഖ്യാപിക്കുമെന്ന കാര്യം സഞ്ജുവിന് അറിയാമായിരുന്നു. ഒരു പരാജയം സംഭവിച്ചു പോയാൽ തൻ്റെ ശിരസ് ചോദിക്കപ്പെടുമെന്ന ഉറപ്പോടെയാണ് ആദ്യ പന്ത് അയാൾ നേരിടുന്നത്. ഇത്രയേറെ ഘടകങ്ങൾ എതിരു നിന്നപ്പോഴും സഞ്ജു തളർന്നു പോയില്ല. സഞ്ജു വരവറിയിച്ചത് ഒരു സിക്സറിലൂടെയായിരുന്നു. മൃദുവായി തഴുകുന്നത് പോലൊരു ഹിറ്റ്. കമന്ററി ബോക്സിൽ സുനിൽ ഗവാസ്കർ അത്ഭുതം കൂറി. ഒരുപാട് കാലമായി സഞ്ജു പുറത്തിരിക്കുകയായിരുന്നു. എന്നിട്ടും നേരിട്ട 4ാമത്തെ പന്തിൽ ഇത്തരമൊരു ഷോട്ട് അയാൾ കളിച്ചു. ഇതെങ്ങനെ സാധിക്കുന്നു? ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ ബോളറാണ് മാർക്കോ യാൻസൺ. സഞ്ജുവിൻ്റെ ഒരൊറ്റ ഷോട്ട് കൊണ്ട് അയാൾ ആക്രമണത്തിൽ നിന്ന് താൽക്കാലികമായി പിൻവലിക്കപ്പെട്ടു. അതായിരുന്നു സഞ്ജു ഇമ്പാക്റ്റ്. യാൻസന് പകരം വന്ന ബാർട്ട്മാനെതിരെ സഞ്ജു 2 സ്ട്രൈറ്റ് ഡ്രൈവുകൾ തൊടുത്തുവിട്ടു. ആദ്യത്തേത് ഒരു കോപ്പി ബുക്ക് ഷോട്ടായിരുന്നു. രണ്ടാമത്തേത് ഒരു ടിപ്പിക്കൽ T20 ലോഫ്റ്റഡ് ഹിറ്റു. സഞ്ജു ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ട നിമിഷം. നടൻ മുരളിക്ക് കാരിരുമ്പ് എന്നൊരു പേരുണ്ടായിരുന്നു. ക്രിക്കറ്റിൽ ആ വിശേഷണം അറിയിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അവനാണ് സഞ്ജു സാംസൺ. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ എത്ര തവണയാണ് സഞ്ജു കുരിശിൽ തറക്കപ്പെട്ടത്? എത്ര തവണയാണ് അയാൾ ഉയർത്തെഴുന്നേറ്റ് വന്നത്? സഞ്ജുവിൻ്റെ മനക്കരുത്തിനെ കുറിച്ച് വലിയ പാഠങ്ങൾ നടത്തണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇന്ത്യയുടെ മുൻ പരിശീലകനായ രവി ശാസ്ത്രി അഭിപ്രായപ്പെട്ടു. മറ്റൊരാളുടെ ആരോഗ്യം മോശമാകുമ്പോൾ മാത്രം ടീമിലെത്തേണ്ട കളിക്കാരൻ മാത്രമാണോ സഞ്ജു സാംസൺ? അയാൾ ഒരു സ്വാഭാവിക ടോപ്പ് ഓർഡർ ബാറ്ററാണ്. സഞ്ജു അവിടെ നിന്ന് മാറരുത്. ഗില്ലിന് ഈ ടീമിൽ കളിക്കാനുള്ള യോഗ്യതയില്ല എന്ന് തന്നെയാണ് രവി പറയാതെ പറഞ്ഞത്. ഇനിയെങ്കിലും ഇന്ത്യൻ ടീം സഞ്ജുവിനോട് നീതി കാട്ടുമോ? ഏഷ്യ കപ്പ് മുതൽ ഗിൽ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. അതും ഒരിക്കലും ടീമിൽ നിന്ന് പുറത്താവില്ല എന്ന ഉറപ്പോടെ. എന്നിട്ടും മികവേറിയ ഒരു ഇന്നിങ്സ് പോലും അയാളിൽ നിന്ന് വന്നിട്ടില്ലായിരുന്നു. സഞ്ജുവിൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. നന്നായി കളിച്ചാലും അടുത്ത മാച്ചിൽ പുറത്താക്കുമെന്ന ഉറപ്പാണ് സഞ്ജുവിനുള്ളത്. എന്നിട്ടും അയാൾ മികച്ച പ്രകടനത്തോടെയാണ് ബാറ്റ് ചെയ്യുന്നത്. സഞ്ജു ഫുൾ ഫ്ലോയിൽ ബാറ്റ് ചെയ്യുമ്പോൾ റെഡ് ഹോട്ട് ഫോമിലുള്ള അഭിഷേക് ശർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് പോലും 2ാം സ്ഥാനത്തേക്ക് വരികയാണ്. അപ്പോഴാണ് 28 പന്തുകളിൽ നിന്ന് 28 റൺസ് എടുക്കുന്ന ഗിൽ സഞ്ജുവിൻ്റെ മുകളിലൂടെ T20 ഓപ്പണറാകുന്നത്. എത്ര വലിയ കോമാളിത്തരമാണിത്! മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. T20 ലോകകപ്പിൽ സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുമോ? അതോ വൈസ് ക്യാപ്റ്റൻ കോട്ടയിൽ ഗിൽ വീണ്ടും ടീമിലെത്തുമോ? അധികം പഴക്കമൊന്നുമില്ലാത്ത ഒരു കഥ BCCI ഓർക്കുന്നത് നല്ലതായിരിക്കും. 2014 T20 ലോകകപ്പിൽ ശ്രീലങ്കയെ നയിച്ചിരുന്നത് ദിനേശ് ചാൻഡിമലായിരുന്നു. താൻ മോശം ഫോമിലാണെന്ന് മനസ്സിലാക്കിയ ചാൻഡിമൽ സ്വയം മാറി നിന്നു. സെമിയിലും ഫൈനലിലും ലെസിൻ മലങ്ക ക്യാപ്റ്റനായി.
ശ്രീലങ്ക കിരീടം ചൂടുകയും ചെയ്തു. ക്യാപ്റ്റനെ യാതൊരു കാരണവശാലും ഒഴിവാക്കാനാവില്ല എന്ന സിദ്ധാന്തം പോലും ക്രിക്കറ്റിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെയല്ലേ ഒരു വൈസ് ക്യാപ്റ്റൻ. ശുഭ്മാൻ ഗില്ലിനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെ T20 ലോകകപ്പിൽ ഓപ്പണറായി പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ BCCI തുടർന്നും നടത്തും. അന്ന് ഒരു ജിനേഷ് ടാൻഡമിൽ ആവാനുള്ള മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണം. എങ്കിലും ചരിത്രം നിങ്ങളെ നീതിമാനെന്ന് വിശേഷിപ്പിക്കും.